നമസ്കാരം. MSH ട്രാവലറിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കടമക്കുടിയിലാണ്. രാവിലെ ഇറങ്ങിയാണ് സൺറൈസ് ക്യാപ്ചർ ചെയ്യാൻ. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും കൊളീഗുമായിട്ടുള്ള മനു ഉണ്ട്. മനു നമസ്കാരം. മനു എറണാകുളംകാരനാണ് അല്ലേ? അതെ അതെ അതെ. കടുങ്ങല്ലൂർ ആണ് മനുവിൻ്റെ സ്വദേശം. നമ്മൾ കുറച്ച് വിഷ്വൽസിലേക്ക് പോകാം. ഏർലി മോർണിംഗ് വിഷ്വൽസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കടമക്കുടിയുടെ പഞ്ചായത്തിനുള്ളിലേക്ക് കയറി ഓരോ കൈവഴികളാണ്. രണ്ട് സൈഡിലും അസാധ്യ വിഷ്വൽസാണ്. നമ്മളിപ്പം കടമക്കുടിയുടെ ഒരു കൈവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിൽ ചെമ്മീൻ്റെയും ഞണ്ടിൻ്റെയും കൃഷിയാണ്. ഈ കാണുന്നതൊക്കെ ഞണ്ടിൻ്റെ ചെമ്മീൻ്റെയൊക്കെ കൃഷിയാണ്. അവർ ചിറ പോലെ കെട്ടിയിട്ട് കൃഷിയാണ്. അതിപ്പം പബ്ലിക്കിന് അധികം ആക്സസ് അവർ കൊടുക്കുന്നില്ല. അത് അവർക്ക് ഒരുപാട് ആളുകൾ വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓടിപ്പോയി കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് മാറാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ.
ഈ കൈവഴി കൂടെ നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെളി പോലെ കുഴഞ്ഞ് കിടക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ സ്ലിപ്പാവും. അതുപോലെ നമ്മുടെ സാൻഡൽസിലൊക്കെ നല്ല രീതിയിൽ ചെളി കയറുന്നുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് മനു നടന്നു പോകുന്നത്. ഇത് പ്രശ്നമാണ് സജി. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത വിഷ്വലിൻ്റെ അതേ സ്പോട്ടിൽ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഏകദേശം 7:40 ഇപ്പം ഒരു ടോൺ വ്യത്യാസമുണ്ട്. രാവിലെ ഒരു റെഡ് കളറായിരുന്നു മൊത്തത്തിൽ, ഇപ്പോൾ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പോട്ടുകളെല്ലാം കവർ ചെയ്തിട്ട് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോൾ 1-2 ഷാപ്പ് ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ച് വന്നു. പക്ഷേ ഇവിടെ സൈഡിലൊരു പരസ്യം കണ്ട് നമ്മൾ കയറിയതാണ്. പുട്ടും താറാവ് കറിയും. അതുകൊണ്ട് പുട്ടും താറാവ് കറിയും ഞാറ്റുവേല ഹോം കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് ബോർഡ് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞതാണ്. ഒരു വീടാണ് സംഭവം സെറ്റപ്പ്. വീടിൻ്റെ സൈഡിൽ കുറച്ച് ഒരു 3-4-5 പേർക്ക് 6-7 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ പുട്ടും താറാവും പിന്നെ കട്ടൻ ചായയാണ്. അങ്ങനെയുണ്ട് മനം കഴിച്ചിട്ട്? നല്ല ഫുഡാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോഴത്തേന് നല്ല ഫുഡ് കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. നല്ല താറാവും പുട്ടും കൂടെ ചേർന്നടിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു വയറങ്ങനെ ഹാപ്പി ആവും. താറാവും ഞാറ്റുവേല ഹോം സ്റ്റേ കാണുന്ന വീടാണ്. അപ്പം നമ്മൾ കടമക്കുടിയിൽ നിന്ന് ഇപ്പം യാത്ര തിരിച്ചു. നമ്മൾ രാവിലെ 6:30 ആയപ്പോഴത്തേക്കിന് എത്തിയതായിരുന്നു. ഏർലി മോർണിംഗ് ലൈഫ് ക്യാപ്ചർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. കുറച്ച് സൺറൈസും വിഷ്വൽസും ഒക്കെ നമ്മൾ എടുത്തു. കുറേയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് നമ്മൾ വന്നിരിക്കുന്നത്.
അപ്പം ഇപ്പോൾ ചെമ്മീൻ കൃഷിയും ഞണ്ട് കൃഷിയും ആണ് കൂടുതലും അവിടെ ചെയ്യുന്നത്. അപ്പം അത് ബണ്ടെന്നുള്ള പറയുന്നത് കെട്ടുകൾ അല്ലേ, ചെമ്മീൻ കെട്ടുകളായിട്ട് തിരിച്ച് ഓരോരുത്തർ ലീസിന് എടുത്തിട്ട് അത് കൃഷി ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇതിന് അകത്തേക്ക് ആക്സസ് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ആദ്യം കയറുമ്പോൾ പോലും 1-2 പേര് പറഞ്ഞു അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, വീഡിയോസ് എടുക്കരുത്, അവർക്ക് ശല്യമാണ്, അവർ കൃഷി ഇറക്കിയിരിക്കുന്ന ആയതുകൊണ്ട് അവരത് ഈ പറഞ്ഞ പോലെ കയറൊക്കെ വെച്ച് കെട്ടി വലയൊക്കെ വെച്ച് തിരിച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന വശമെല്ലാം മുളയൊക്കെ വെച്ച് കെട്ടി തിരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടൊന്നും കയറി കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് സംരക്ഷിച്ച് പോവുകയാണ്. അപ്പം ഏപ്രിൽ 14 ശേഷമാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം. വല വീശുന്ന സമയം ഏപ്രിൽ വിഷുവിന് ശേഷമാണ്. അപ്പോൾ ആ സമയം വന്നു കഴിഞ്ഞാൽ അത്തരം ഡീറ്റെയിൽസ് കൂടെ കിട്ടും. അപ്പം എങ്കിൽ പോലും നമ്മൾ കുറേ സംഭവങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കുറച്ചുകൂടെ ചെറിയ ഫൈബർ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറച്ച് വല വീശുന്നതും നമുക്ക് കിട്ടിയില്ല വീഡിയോസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം. കടമക്കുടിയുടെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എങ്കിൽ പോലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനം. ഓക്കെ, താങ്ക്സ്, ബൈ.